കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിപിഐഎമ്മിന് ഒരു രഹസ്യ അക്കൗണ്ടുമില്ല. കള്ളപ്പണമുള്ളത് ഇലക്ടറൽ ബോണ്ടിൽപ്പെട്ട കോൺഗ്രസിനും ബിജെപിക്കുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിയമപോരാട്ടം നടത്തിയ പാർട്ടിയാണ് സിപിഐഎം. പാർട്ടിക്ക് കള്ളപ്പണമില്ല. ജനങ്ങൾ നൽകുന്ന സംഭാവനയും പാർട്ടി അംഗങ്ങളുടെ ലെവിയും മാത്രമാണ് പാർട്ടിയുടെ വരുമാനം. പാർട്ടിക്ക് ഒരു രഹസ്യ അക്കൗണ്ടുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിപിഐഎമ്മിന് എന്തോ ഒരു രഹസ്യ അക്കൗണ്ട് ഉണ്ട് എന്ന മട്ടിലാണ് ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. ഒരു രഹസ്യ അക്കൗണ്ടും സിപിഐഎമ്മിനില്ല. സിപിഐഎമ്മിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് കള്ളപ്പണം സ്വീകരിക്കുന്ന പരിപാടിയില്ല. രാജ്യത്ത് കേന്ദ്ര ഏജൻസികൾ ബിജെപി ഇതര നേതാക്കൾക്കെതിരെ വല വിരിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പാണ്. ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ വലിയ തോതിൽ ഇത്തരം ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ എതിർക്കും. എന്നാൽ മറ്റ് കോൺഗ്രസ് ഇതര പാർട്ടികളുടെ കാര്യം വരുമ്പോഴോ അപ്പോൾ ഇ ഡിയോടൊപ്പമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയോടൊപ്പമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പമാണ്. ഇത് രാജ്യത്തിൻ്റെ അനുഭവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് കെജ്രിവാൾ. കേരളത്തിലെ UDF SDPI കൂട്ടുകെട്ട് പ്രത്യേക ഡീലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് നേതാക്കൾ അറിഞ്ഞ് മുൻകൂട്ടി തീരുമാനിച്ച കൂട്ടുകെട്ടാണ്. അടൂർ പ്രകാശിന് BJP വോട്ടുമറിച്ച സംഭവം പുതിയതല്ല. ഇത് പലയിടത്തും നടക്കുന്ന ഡീലാണ്. ഇക്കുറിയും ചില മണ്ഡലങ്ങളിൽ ഇത്തരം ഡീലുണ്ട്. BJP സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, കൊച്ചി.